ഇത്രയും ക്വാളിറ്റി അവരുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ എന്താണ് അവർക്ക് വേണ്ടത്? ഈ യോർദാൻ കടക്കണമെങ്കിൽ എന്തവർ ചെയ്യേണ്ടത് വളരെ ആവശ്യമായിരുന്നു. വീണ്ടും ഒരു വാക്യത്തിലേക്ക് നിങ്ങളെ ഞാൻ മുൻപോട്ട് കൊണ്ടുപോയി ഞാൻ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് കടന്നു വരിക. ദൈവത്തിന്റെ തിരുവചനപ്രകാരം പറയുന്നു, കൊയ്ത്ത് കാലത്തൊക്കെയും യോർദാൻ എന്ത് ചെയ്യും? തീരം കവിഞ്ഞ് ഒഴുകും. ഈ ഇസ്രായേൽ മക്കൾ ഈ യോർദാൻ കടക്കുവാനായിട്ട് കൊണ്ടുവന്ന സമയം എന്ന് പറയുന്നത് യോർദാനിൽ വെള്ളമില്ലാതിരുന്ന സമയത്തല്ല, യോർദാൻ കരകവിഞ്ഞൊഴുകുന്ന സമയം. ഒന്ന് വായിച്ചേ, അതിൻ്റെ 4-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം കൊണ്ടൊന്ന് വായിച്ചാട്ട്. അപ്പോൾ ഇസ്രായേൽ മക്കൾ വാഗ്ദത്ത നാട്ടിലേക്ക് ചെന്നെത്തുവാൻ യോർദാൻ ക്രോസ് ചെയ്യുവാൻ പോയ സമയം നിങ്ങൾ മനസ്സിലായോ? സമയത്തിന് വളരെ പ്രാധാന്യതയുണ്ട്. ഏത് സമയത്താ? കൊയ്ത്ത് കാലത്ത്. എന്തുവാ കൊയ്ത്ത് കാലത്തിന്റെ അവസ്ഥ? തീരം കവിഞ്ഞ് ഒഴുകുന്ന ആ സമയം. ദൈവജനവുമായിട്ടുള്ള ബന്ധത്തിൽ എന്താ ഇതിന്റെ പ്രത്യേകത? ദൈവത്തിൻ്റെതായിരിക്കുന്ന പ്ലാനിങ്ങും ദൈവത്തിൻ്റെതായിരിക്കുന്ന പ്രൊവിഷനുമാണ് നിങ്ങളോട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. 10, 11, 12 വാക്യത്തിലേക്ക് കടന്നു വന്നാട്ട് കഴിച്ചു. യോർദാൻ അവരെ കടന്നു, യെരിഹോ സമഭൂമിയിലേക്ക് അവരെ കടന്നു വന്നു. ആ വായിച്ചോ താഴത്തെ ഭാഗം. പെസഹയുടെ പിറ്റേ ദിവസം തന്നെ അവർ ദേശത്തെ വിളവ് കൊണ്ടുള്ള, ശ്രദ്ധിച്ചോ നിങ്ങള്, അവർ ദേശത്തെ വിളവ് കൊണ്ട് അവര് വിളവ് കൊണ്ടുള്ള പുളിപ്പില്ലാത്ത അപ്പവും മലരും തിന്നു. നിങ്ങൾ ശ്രദ്ധിക്കേ, ഈ ഇസ്രായേൽ മക്കളെ ദൈവം വാഗ്ദത്ത നാട്ടിലേക്ക് കൊണ്ടുവരുന്ന ആ സമയത്ത് ദൈവം എന്നെയും നിങ്ങളെ പ്രൊവൈഡ് ചെയ്യുന്ന വിധങ്ങളാണ് ഞാൻ ഓർപ്പിക്കുന്നത്. എന്താണെന്നറിയാമോ? ഇസ്രായേൽ മക്കളെ, നീ നട്ടിട്ടുള്ളതല്ല നീ ഭക്ഷിച്ചത്.